ഡിയർ സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്റർ ബികോമിൻ്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട്, ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് ആണ് ഇതിൽ. ഹാർമോണിക് മീൻ, മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, 4 കഴിഞ്ഞു. 5-ാമത്തെയാണ് ഹാർമോണിക് മീൻ. Harmonic mean of a set of n values is defined as the reciprocal of the mean of the reciprocals of those values. Reciprocalsinde arithmetic meaninde reciprocal. Reciprocal എന്ന് വെച്ചാൽ 2ൻ്റെ reciprocal 1/2. Reciprocal of 3 is 1/3. Reciprocal of 2/3 is 3/2. അപ്പോൾ given valuesൻ്റെ റെസിപ്രോക്കൽസ് കാണുക, അരിത്തമെറ്റിക് മീൻ കാണുക, റെസിപ്രോക്കൽസ്, അതാണ് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇഫ് x1, x2, x3, etc. xn are n values in a series, harmonic mean equal to n by 1/x1 plus 1/x2 plus 1/x3 plus etc. plus 1/xn. x1, x2, x3, xn are n values. x1ൻ്റെ റെസിപ്രോക്കൽ ആണ് 1/x1, x2ൻ്റെ റെസിപ്രോക്കൽ 1/x2, x3യുടെ റെസിപ്രോക്കൽ 1/x3, xnൻ്റെ റെസിപ്രോക്കൽ 1/xn. അപ്പോൾ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, അതിൻ്റെ റെസിപ്രോക്കൽസ് കാണാം. അപ്പോൾ ആദ്യം x1, x2, x3, xn ഉള്ള വാല്യൂസ്, അതിൻ്റെ റെസിപ്രോക്കൽസ് 1/x1, 1/x2, 1/x3 etc. 1/xn. അവയുടെ അരിത്തമെറ്റിക് മീൻ, ഈ റെസിപ്രോക്കൽസിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ്. അതായത് 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര പ്ലസ് 1/xn ഡിവൈഡഡ് ബൈ n. അപ്പോൾ റെസിപ്രോക്കൽസിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര പ്ലസ് 1/xn ഹോൾ ഡിവൈഡഡ് ബൈ n. ഇവിടെ നമുക്കൊരു ഫ്രാക്ഷനാണ് കിട്ടുക. ഇനി ഇതിൻ്റെ, അതായത് റെസിപ്രോക്കൽസിൻ്റെ അരിത്തമെറ്റിക് മീനിൻ്റെ റെസിപ്രോക്കൽ, ഇപ്പോൾ a/bയുടെ റെസിപ്രോക്കൽ ആണെങ്കിൽ b/a, 2/3യുടെ റെസിപ്രോക്കൽ 3/2, 4/7ൻ്റെ റെസിപ്രോക്കൽ 7/4. അപ്പോൾ 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര പ്ലസ് 1/xn ഡിവൈഡഡ് ബൈ എന്നിൻ്റെ റെസിപ്രോക്കൽ n ബൈ 1/x1 പ്ലസ് 1/x2 പ്ലസ് 1/x3 പ്ലസ് എക്സെട്ര പ്ലസ് 1/xn. അതാണ് ഹാർമോണിക് മീൻ. അപ്പോൾ ഹാർമോണിക് മീൻ എന്ന് വെച്ചാൽ n ബൈ 1/x1 പ്ലസ് 1/x2 പ്ലസ് 1/x3 പ്ലസ് എക്സെട്ര പ്ലസ് 1/xn. ഇതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ n ബൈ സിഗ്മ 1/x, n ബൈ സിഗ്മ 1/x. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എക്സ് എന്ന് എഴുതിയിട്ട് ഗിവൺ വാല്യൂസ് താഴെ എഴുതുക, അടുത്ത കോളത്തിൽ 1/x എന്ന് കോളം ഹെഡിങ് കൊടുക്കുക, ഓരോ വാല്യൂവിൻ്റെയും റെസിപ്രോക്കൽ കണ്ടെത്തുക, അവ ആഡ് ചെയ്യുക. അതിനുശേഷം ഫോർമുല എന്താണ്? n ബൈ സിഗ്മ 1/x ചെയ്യുക. ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഓഫ് ദി ഫോളോയിങ്. വാല്യൂസ് തന്നിട്ടുണ്ട്, ഇത് ഇൻഡിവിജ്വൽ വാല്യൂസ്, ഇൻഡിവിജ്വൽ സീരീസ് ആണ്, കുറേ വാല്യൂസ് മാത്രമേ ഉള്ളൂ, 2, 3, 4, 5. ടേബിൾ ഫോം ചെയ്യണം. x 2, 3, 4, 5. 1/x എന്നുള്ള കോളം റെസിപ്രോക്കൽസിൻ്റെ കോളമാണ്. 1/x, 1/2, ആദ്യത്തെ 1/2 ആണ് വരിക, 0.50. ദെൻ 1/3, 0.33, 1/4, 0.25, 1/5, 0.20. 1/x എന്നുള്ള കോളം കിട്ടി. ആ 1/x എന്നുള്ള കോളത്തിൻ്റെ ടോട്ടൽ സിഗ്മ 1/x 1.28. അപ്പോൾ എക്സ് കിട്ടി, 1/x കണ്ടെത്തി, അതിൻ്റെ ടോട്ടലും കണ്ടെത്തി. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. ഹാർമോണിക് മീൻ ഈക്വൽ ടു n ബൈ സിഗ്മ 1/x ഈക്വൽ ടു n എന്ന് വെച്ചാൽ എത്ര വാല്യൂസ് ഉണ്ട്? 1, 2, 3, 4 വാല്യൂസ് ആണ്. അപ്പോൾ 4 ബൈ സിഗ്മ 1/x ആണ്, 1/xകളുടെ തുക 1.28, 4 ബൈ 1.28 ഈക്വൽ ടു 3.125. ഇങ്ങനെയാണ് ഹാർമോണിക് മീൻ. ഇൻഡിവിജ്വൽ സീരീസിലെ ഹാർമോണിക് മീൻ കാണുന്ന രീതി ഇതാണ്. എക്സ് എന്ന് എഴുതിയിട്ട് ഗിവൺ വാല്യൂസ് താഴെ എഴുതുക, നെക്സ്റ്റ് കോളത്തിൽ 1/x എന്ന് എഴുതുക, ആ വാല്യൂസ് എഴുതുക, അതിൻ്റെ ടോട്ടൽ കാണുക, ദെൻ ഫോർമുല അപ്ലൈ ചെയ്യുക. ഹാർമോണിക് മീൻ ഈക്വൽ ടു n ബൈ സിഗ്മ 1/x, വാല്യൂസ് എഴുതുക, സിംപ്ലിഫൈ ചെയ്യുക.
harmonic mean in frequency distribution. In the case of discrete and continuous frequency distribution, harmonic mean equal to capital N by sigma f into 1 by x. അവിടെ ക്യാപിറ്റൽ എൻ ബൈ സിഗ്മ എഫ് ഇൻറ്റു 1 ബൈ എക്സ് എന്നാണ് ഫോർമുല. അത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കൊരു ടേബിൾ കിട്ടിയിട്ടുണ്ട്. എക്സ് ഉണ്ട്, എഫ് ഉണ്ട്. ഇനി എക്സ് തരാതെ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മിഡ് വാല്യൂ ആയി എക്സ് എടുക്കുക. മിഡ് വാല്യൂ കണ്ട് അതിനെ എക്സ് എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ നേരിട്ട് സൈസ് എന്ന് പറഞ്ഞ എക്സ് കിട്ടിയിട്ടുണ്ട്. 6, 10, 14, 18. അപ്പോൾ എക്സ് എന്നുള്ള കോളം അറിയാം, എഫ് എന്നുള്ള കോളം അറിയാം, 1 ബൈ എക്സ് എന്നുള്ള കോളം വേണം. പിന്നെ എഫ് ബൈ എക്സ് അങ്ങനെ നേരിട്ട് കണ്ടാലും മതി. കാരണം എൻ ബൈ സിഗ്മ എഫ് ഇൻറ്റു 1 ബൈ എക്സ് ആണ്. എഫ് ഇൻറ്റു 1 ബൈ എക്സ് ആണ്, എഫ് ബൈ എക്സ് എന്ന് എഴുതിയാലും മതി. 1 ബൈ എക്സ് എന്നുള്ള കോളവും പിന്നെ എഫ് ഇൻറ്റു 1 ബൈ എക്സ് എന്നുള്ള കോളവും ചെയ്യുന്നതിന് പകരം എഫ് ബൈ എക്സ് എന്നുള്ള കോളം തന്നെ അങ്ങ് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് എന്തായാലും കാണുന്നത്. അപ്പോൾ 1 ബൈ എക്സ് കണ്ടുപിടിച്ച് പിന്നെ എഫ് ഇൻറ്റു 1 ബൈ എക്സ് കണ്ട് അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ നല്ലത് എഫ് ബൈ എക്സ് എന്നുള്ള കോളം തന്നെ ചെയ്യുന്നതാണ്. എക്സ് എന്നുള്ള കോളം എഴുതി 6, 10, 14, 18. എഫ് 20, 40, 30, 10. ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 100. 1 ബൈ എക്സ് എന്നുള്ള കോളം പിന്നെ എഫ് ഇൻറ്റു 1 ബൈ എക്സ് ഒരു കോളം അങ്ങനെ ചെയ്യണമെന്നില്ല. കാൽക്കുലേറ്ററിലാണ് നമ്മൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നേരിട്ട് എഫ് ബൈ എക്സ് എന്നുള്ള കോളം തന്നെ കണ്ടെത്തിയാൽ മതി. ഒരു 4 ഡെസിമലിന് കറക്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ്. കാൽക്കുലേറ്റർ ആകുന്നതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എഫ് ബൈ എക്സ് 20 ബൈ 6, 40 ബൈ 10, 30 ബൈ 14, 10 ബൈ 18 അങ്ങനെ വാല്യൂസ് എല്ലാം ഇവിടെ എഴുതി. എല്ലാ വാല്യൂസും കിട്ടി. ദെൻ സിഗ്മ എഫ് ബൈ എക്സ് 10.0317 വാല്യൂ അപ്ലൈ ചെയ്തു. എന്താണ്? ഹാർമോണിക് മീൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ സിഗ്മ എഫ് ഇൻറ്റു 1 ബൈ എക്സ് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എഫ് ബൈ എക്സിൻ്റെ വാല്യൂ ആണ് എഴുതുന്നത്. 100 ബൈ 10.0317 100 by 10.0317 equal to 9.9684. ഇങ്ങനെയാണ് ഹാർമോണിക് മീൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ് എഴുതണം, എഫ് എഴുതുക, എഫ് ബൈ എക്സ് വളരെ സിമ്പിളാണ്. ഹാർമോണിക് മീൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ സിഗ്മ എഫ് ബൈ എക്സ് എഴുതിയാലും മതി. Find harmonic mean from the following data. ഇവിടെ ക്ലാസ് ഫ്രീക്വൻസി ക്ലാസ് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. F 4, 6, 10, 7, 3. അപ്പോൾ മിഡ് വാല്യൂ എക്സ് കണ്ടെത്തണം. ഇവിടെ എക്സ് ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. മിഡ് വാല്യൂ എക്സ് കണ്ടെത്തണം. അപ്പോൾ നമുക്കിങ്ങനെ ക്ലാസ് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. മിഡ് വാല്യൂ എക്സ് കണ്ടു. 15, 25, 35, 45, 55. Then F തന്നിട്ടുണ്ട് 4, 6, 10, 7, 3. താഴെ എഴുതി ടോട്ടൽ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 30. അടുത്ത കോളം എഫ് ബൈ എക്സ്. എഫ് എന്ന് പറയുന്നത് ആദ്യത്തെ 4 ആണ്, ആദ്യത്തെ എക്സ് 15 ആണ്. അപ്പോൾ 4 by 15 ഈക്വൽ ടു 0.2667. നമ്മളൊരു 4 ഡെസിമലിന് കറക്റ്റ് ചെയ്യാണ്. 6 by 25 0.24 എന്നേ ഉണ്ടാവുള്ളൂ. ആഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് 00. 10 by 35 0.2857. 7 by 45 0.1556. 3 by 55 0.0545. ടോട്ടൽ 1.0025. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അങ്ങനെ വരുമ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ എക്സ് കണ്ടുപിടിക്കുക, പിന്നീട് എഫ് ബൈ എക്സ് എഴുതുക, അതിൻ്റെ ടോട്ടൽ കാണുക. ഇനി അടുത്ത ഹാർമോണിക് മീൻ ഈക്വൽ ടു capital N by sigma f by x equal to 30 by 1.0025 equal to 29.925. What are the merits of harmonic mean? Harmonic mean is well defined. It is based on all the observations. It is amenable to more algebraic treatment. It is not affected much by sampling fluctuations. It can be used to average relative values. It is useful for calculating the average rate of increase in profits, average speed, average price, etc. Harmonic mean merits. Harmonic mean is well defined. അപ്പോൾ മോഡല്ലാത്ത മറ്റ് 4 ആവറേജുകളും വെൽ ഡിഫൈൻഡ് ആണ്. ഹാർമോണിക് മീൻ ഈസ് ഓൾസോ വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ്. അരിത്തമെറ്റിക് മീനും അതുപോലെ ജോമെട്രിക് മീനും
ഹാർമോണിക് മീനിനും കോമൺ ആയിട്ടുള്ള ഗുണമാണിത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ all the observations. It is amenable to more algebraic treatment. It is not affected much by sampling fluctuations. അപ്പോൾ ഹാർമോണിക് മീൻ വെൽ ഡിഫൈൻഡ് ആണ്, എല്ലാ വാല്യൂസിനെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്, കൂടുതൽ ഗണിതക്രിയകൾക്ക് യോജിച്ചതാണ്, സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് വളരെ കുറവാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ആവറേജ് റിലേറ്റീവ് വാല്യൂസ്. റിലേറ്റീവ് വാല്യൂസിൻ്റെ ശരാശരി കാണാൻ വളരെ യോജിച്ചതാണ്. It is useful for calculating the average rate of increase in profits, average speed, average price, etc. അപ്പോൾ ആവറേജ് സ്പീഡ്, അതുപോലെ ആവറേജ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്, ആവറേജ് പ്രൈസ് എന്നുള്ള പ്രോബ്ലംസൊക്കെ ആണ് വരുന്നത് എങ്കിൽ ഏറ്റവും അനുയോജ്യമായ ശരാശരി ഹാർമോണിക് മീനാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഹാർമോണിക് മീനിൻ്റെ മെറിറ്റ്സ്. ഹാർമോണിക് മീൻ ഈസ് വെൽ ഡിഫൈൻഡ്. It is based on all the observations. It is amenable to more algebraic treatment. It is not affected much by sampling fluctuations. It can be used to average relative values. It is useful for calculating the average rate of increase in profits, average speed, average price, etc. Demerits of harmonic mean. Harmonic mean is difficult to calculate. It is not easy to understand. It gives greater weight to large items. It cannot be calculated when there are both negative and positive items or when an item is zero. So harmonic mean is not a popular average. Harmonic mean is difficult to calculate. അതിൻ്റെ റെസിപ്രോക്കൽ കാണുക, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്. ഹാർമോണിക് മീനും ജോമെട്രിക് മീനും താരതമ്യേന കാൽക്കുലേഷൻസ് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതും ജോമെട്രിക് മീനിൻ്റെ അതേപോലെ തന്നെ ജോമെട്രിക് മീനും ഹാർമോണിക് മീനും മനസ്സിലാക്കാനും അല്പം ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഗീവ്സ് ഗ്രേറ്റർ വെയ്റ്റ് ടു ലാർജ് ഐറ്റംസ്. ലാർജ് ഐറ്റംസിന് കൂടിയ വെയ്റ്റ് നൽകുന്ന രീതിയിലാണ് ഹാർമോണിക് മീൻ. ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് വെൻ ദർ ആർ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഐറ്റംസ്. നെഗറ്റീവ് വിലകളും പോസിറ്റീവ് വിലകളും കലർന്ന് വരുമ്പോൾ ഒരു സീരീസിൽ രണ്ട് വാല്യൂസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഐറ്റം സീറോ ആയാലും ഹാർമോണിക് മീൻ കാണാൻ കഴിയും. കാരണം ഇപ്പോൾ ഒരു വാല്യൂ സീറോ ആണെങ്കിൽ 1/x എന്നുള്ളൊരു കോളം ഉണ്ട്. അപ്പോൾ എക്സ് സീറോ ആയാൽ 1/0 വരും. 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹാർമോണിക് മീൻ കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു വാല്യൂ സീറോ ആവുകയോ അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഒരുമിച്ച് വരികയോ ചെയ്യുകയാണെങ്കിൽ ഹാർമോണിക് മീൻ കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഇത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ആവറേജും അല്ല. അപ്പോൾ ഹാർമോണിക് മീൻ ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഗീവ്സ് ഗ്രേറ്റർ വെയ്റ്റ് ടു ലാർജ് ഐറ്റംസ്. ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് വെൻ ദർ ആർ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഐറ്റംസ് ഓർ വെൻ ആൻ ഐറ്റം ഈസ് സീറോ. സോ harmonic mean is not a popular average.